അപ്പോൾ മിസ്റ്റർ സുചന്ദ്രൻ ഉണ്ട്, പത്രവാർത്തകളൊക്കെ വളരെ വിശദമായി പറഞ്ഞു തരാൻ. സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ഹലോ. ഇന്ന് ലോക ഹലോ ദിവസമായിരുന്നു എന്ന് രാവിലെ പല ഭാഷകളിൽ സേതു പറയുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്കും ഹലോ. ഏതായാലും പത്രങ്ങളിലേക്ക് നോക്കാം. പത്മകുമാറിൻ്റെ അറസ്റ്റും അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ പല വിവിധങ്ങളായ ഡിഫറൻറ്റ് റിപ്പോർട്ടുകളുമാണ് ഇന്ന് എല്ലാ പത്രങ്ങളിലും ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെയുള്ളത്. മാതൃഭൂമിയിൽ പത്മകുമാർ അറസ്റ്റിലായത് CPM ജില്ലാ കമ്മിറ്റി അംഗം ഈ വിഷയത്തിൽ അറസ്റ്റിലാകുമ്പോൾ പത്മകുമാറിനെ പോലെ ഒരു വലിയ നേതാവ് അറസ്റ്റിലാകുമ്പോൾ അത്രയും പ്രാധാന്യത്തോടെ മാതൃഭൂമിയും മനോരമയും മറ്റ് മലയാള പത്രങ്ങളൊക്കെ തന്നെ ആ വാർത്ത വളരെ വീശി കൊടുത്തിട്ടുണ്ട്. ഇൻഫോഗ്രാഫിക്സുകളൊക്കെ അടക്കം ഈ അറസ്റ്റുകളുടെ ഒരു നാൾ വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒക്ടോബർ 16 മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്നലെ പത്മകുമാർ അറസ്റ്റിലായതുവരെ മുരാരി ബാബു, KS ബൈജു, N വാസു, മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ആൾ A പത്മകുമാർ, ഇത്രയും പേരുടെ അറസ്റ്റുകളുടെ ഒരു ഇൻഫോഗ്രാഫിക്സ് അതിൻ്റെ സമയരേഖയടക്കം കൊടുത്തിരിക്കുന്നു. സമയക്രമത്തിൽ തീർപ്പത്തിനുള്ള, അതായത് ഈ ബില്ലുകളുടെ റഫറൻസ് സുപ്രീം കോടതിയുടെ മറുപടി എന്നുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടെ മാതൃഭൂമിയിലുണ്ട്. അതിലേക്ക് വരാം. മറ്റു പത്രങ്ങളിൽ നിന്ന് 14 ദിവസം A പത്മകുമാറിനെ റിമാൻഡ് ചെയ്ത വാർത്ത. എല്ലാം അയ്യപ്പൻ തീരുമാനിക്കട്ടെ എന്ന് പത്മകുമാർ പറയുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-യും DYFI നേതാവും ഒക്കെ ആയിരുന്ന പത്മകുമാർ അറസ്റ്റിന് ശേഷം പ്രതികരിച്ചതെല്ലാം അയ്യപ്പൻ തീരുമാനിക്കട്ടെ എന്നതിൻ്റെ ഒരു കൗതുകമുണ്ട്. എല്ലാ പത്രങ്ങളിലും, മിക്ക പത്രങ്ങളിലും ഉൾപേജുകളിൽ ഏതാണ്ട് 2 പേജോളം പൂർണ്ണമായും ഈ വാർത്തയുടെ, ശബരിമല കൊള്ളയുടെ വാർത്തയുടെ സമയരേഖയ്ക്ക് വേണ്ടിയും മറ്റ് വിശദാംശങ്ങൾക്ക് വേണ്ടിയും ഉപവാർത്തകൾക്ക് വേണ്ടിയും മാറ്റിവെച്ചിട്ടുണ്ട്. മൊഴികളും തെളിവുകളും പത്മകുമാറിലേക്ക് ഇന്ന് 10-ാം പേജിൽ വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങൾ. പത്മകുമാർ ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞത് സർക്കാരിൻ്റെ അറിവോടെയല്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. കൊള്ളയടിച്ചത് ജനങ്ങൾ നൽകിയ അധികാരം ഉപയോഗിച്ചാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇനി മന്ത്രിമാരുടെ ഊഴമാണെന്ന് രമേശ് ചെന്നിത്തല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇത് രാഷ്ട്രീയ ഗൂഢാലോചന ഇതിലെ വ്യക്തമാണ് എന്ന് KC വേണുഗോപാൽ. കൂടുതൽ CPIM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് സണ്ണി ജോസഫ്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ എന്നിങ്ങനെ വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങൾ. CPIM എങ്ങനെ പ്രതിരോധത്തിലായി എന്ന വിശദ വാർത്ത. അപ്രതീക്ഷിത തിരിച്ചടിയിൽ അടിപതറിയിരിക്കുകയാണ് പത്മകുമാറിനും പാർട്ടിക്കും. അറസ്റ്റ് പ്രതീക്ഷിച്ച് പാർട്ടി നേരത്തെ തന്നെ ഇദ്ദേഹത്തെ കൈവിട്ടിരുന്നു. പല നാളുകളിൽ പത്മകുമാർ ഈ വാർത്തയോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഉദ്ധരണികൾ ചേർത്ത് വയ്ക്കുന്നു. ആത്മവിശ്വാസം കൈവിട്ടില്ല, ചെമ്പാണെന്ന്, ഈ പാളികൾ ചെമ്പാണെന്ന് ഇദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നത്. ആദ്യ പ്രതികരണം സ്വർണ്ണപ്പാളി എന്നാണോ നിങ്ങൾ പറയുന്നത്? സ്വർണം തന്നെയാണോ? അത് ഉറപ്പുണ്ടോ? അവിടെ ചെമ്പുപാളിയാണ് ഉണ്ടായിരുന്നത്. 49 പവൻ മാത്രമാണ് എൻ്റെ കാലത്ത് പൂശിയത് എന്നായിരുന്നു ആദ്യ പ്രതികരണം. അന്വേഷണം ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം ഞാനും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. പോറ്റിയുടെ അറസ്റ്റിന് ശേഷമുള്ള പ്രതികരണം ഒടുവിൽ ദേവസ്വം ബോർഡിനെ, അദ്ദേഹം ഉൾപ്പെടുന്ന അന്നത്തെ ദേവസ്വം ബോർഡിനെ 8-ാം പ്രതിയാക്കിയതിന് ശേഷം നിങ്ങൾ നേരത്തെ കണ്ട മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ, ഇതുകൊണ്ട് ഞാൻ കൂടുതൽ ശക്തനാവുകയാണ് എന്നും മറ്റും അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും അവസാനം ഇന്നലെ അറസ്റ്റ്, റിമാൻഡ്. ഇപ്പോൾ പത്മകുമാർ ജയിലിൽ കഴിയുന്നു. മനോരമയിലേക്ക് വന്നാൽ പത്മകുമാർ ജയിലിൽ എന്ന് നമ്മളിപ്പോൾ പറഞ്ഞ അതേ വാചകം തന്നെയാണ് അവരുടെ ഒന്നാമത്തെ ഹെഡ്ലൈൻ. പരമാവധി വലിയ ഫോണ്ടിൽ ആ തലക്കെട്ട് അച്ചടിച്ചിരിക്കുന്നു. CPIM-നെ പ്രതിരോധത്തിലാക്കിയ അറസ്റ്റിലാകുന്ന 2ാമത്തെ ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമാണ്. രസകരമായൊരു കാർട്ടൂണുണ്ട്. 2 അയ്യപ്പ ഭക്തർ പരസ്പരം സംസാരിക്കുകയാണ്. അത് ദുരപാലകർ, ദുര എന്ന് പറഞ്ഞാൽ ഈ ആർത്തി, അത്യാഗ്രഹം എന്നൊക്കെയാണല്ലോ. N വാസുവും മറ്റ് അറസ്റ്റിലായ പത്മകുമാറും ഒക്കെ അടക്കമുള്ളവർ ജയിലിലേക്ക് നടന്നു പോകുന്ന കാർട്ടൂൺ. അതേസമയം കടകംപള്ളിയും വാസവനും അടക്കമുള്ള മന്ത്രിമാർ പതുക്കെ സീനിൽ നിന്ന് സ്കൂട്ടാവുന്ന ചിത്രം ഒരു വശത്ത്. അത് ദൂരപാലകർ, ദൂരത്തേക്ക് മാറുകയാണ്. ഇത് ദുരപാലകർ, അത്യാഗ്രഹം ഉള്ള ആൾക്കാർ എന്ന രീതിയിൽ ആ കാർട്ടൂൺ ശ്രദ്ധേയമായിരിക്കുന്നു. ഏതായാലും വിശദമായ ഉപവാർത്തകളും അകത്ത് 2 പേജോളം മനോരമ ഈ വാർത്തയെ സംബന്ധിച്ച് നിറച്ച് ഇട്ടിട്ടുണ്ട്. കേരള കൗമുദിയിലേക്കാണ് അടുത്തായിട്ട് വരുന്നത്. കേരള കൗമുദി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വാർത്തയെ വളരെ സ്ഥിരോത്സാഹത്തോടെ കൈകാര്യം ചെയ്ത പത്രമാണ്. ഇതിൽ മാത്രമാണ് മറ്റൊരു ആംഗിളിൽ ഇപ്പോൾ രാവിലെ മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ ആ വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളടക്കം കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ മൊഴിയിൽ മുൻ മന്ത്രിക്ക് കുരുക്കുണ്ട്, കടകംപള്ളി സുരേന്ദ്രന് കുരുക്കുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അത് വാർത്തയായി തന്നെ വന്നിരിക്കുന്നു. മുൻ മന്ത്രിക്ക് കുരുക്കിട്ട് പത്മകുമാർ അകത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ A പത്മകുമാർ കട്ടിളപ്പാളി പോറ്റിക്ക് നൽകിയത് മുൻ ദേവസ്വം മന്ത്രിയുടെ അറിവോടെയെന്ന് നിർണായക മൊഴി നൽകിയെന്നാണ് ഒന്നാമത്തെ വാർത്തയായി കേരള കൗമുദി
നൽകിയിരിക്കുന്നത്. 7-ാമത്തെ പേജിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതിലേക്ക് കൂടി രാഷ്ട്രീയമായി ശ്രദ്ധിക്കേണ്ട വാർത്തയാണ്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ദൈവതുല്യരായി കരുതുന്ന പലരും ഇതിലുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും? ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞതാണിത്. അദ്ദേഹത്തിൻ്റെ ഒരു മുൻ വാചകമാണ്. ഇന്നലെ അദ്ദേഹം അറസ്റ്റിലായതോടെ ആ ദൈവതുല്യർ ആരൊക്കെ എന്നതിലേക്ക് അന്വേഷണം പോകുമെന്ന ആകാംക്ഷ ഏറുകയാണ്. മുഖം രക്ഷിക്കാനുള്ള തന്ത്രമായിരുന്നു എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. പറഞ്ഞത് ദൈവതുല്യർ എന്ന് വിശേഷിപ്പിച്ചത് ഒന്നുകിൽ പാർട്ടിയിലെ ഉന്നതരെയാകാം, അല്ലെങ്കിൽ ശബരിമല തന്ത്രിയാകാം എന്നാണ് വ്യാഖ്യാനം. എം പത്മകുമാറിൻ്റെ നെഞ്ചത്തോട്ടിരിക്കട്ടെ എന്ന പ്രയോഗം പാർട്ടി നേതാക്കളെ ഉന്നം വെച്ചാണെന്നും വ്യാഖ്യാനമുണ്ടായി. ഏതായാലും പത്മകുമാറിൻ്റെ വീടിനൊക്കെ ഇപ്പോൾ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള വാർത്ത അതിലുണ്ട്. തൽക്കാലം എല്ലാ പത്രങ്ങളിലും ഇന്ന് ഇത് തന്നെയാണ് വാർത്ത. പ്രതിപക്ഷ പത്രങ്ങളിലൊക്കെ പ്രത്യേകിച്ചും. മറ്റ് വാർത്തകളിലേക്ക് തൽക്കാലം നമുക്ക് പോയി വന്നാൽ, മനോരമയുടെ 1-ാം പേജിൽ മോദി പറഞ്ഞു ഞങ്ങൾ നിർത്തി എന്ന മറ്റൊരു വാർത്തയുണ്ട്. ഇന്ത്യ പാക് സംഘർഷം വെളിപ്പെടുത്തലുമായി വീണ്ടും ട്രംപ്. അതായത് 350% തീരുവ ചുമത്തുമെന്ന് ഇരു രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിയാണ്, അതായത് ഇന്ത്യയും പാകിസ്ഥാനെയും ഭീഷണിപ്പെടുത്തിയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മെയിൽ നടന്ന് അവസാനിപ്പിച്ചതെന്ന് ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. സൗദി കിരീടാവകാശി അമേരിക്ക സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇദ്ദേഹം ഇത് ട്രംപ് ആവർത്തിച്ചത്. തൻ്റെ ഭീഷണിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും തന്നെ വിളിച്ചെന്നും സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറാവുകയായിരുന്നു ഇരു രാജ്യങ്ങളുമെന്നും ട്രംപ് പറയുന്നു. അതായത് ഇന്ത്യയെയും പാകിസ്ഥാനെയും ഭീഷണിപ്പെടുത്തിയെന്ന് ആണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. നേരത്തെ സംസാരിച്ച് മധ്യസ്ഥ വഹിച്ച് എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇതിനോട് പ്രതികരിക്കുമോ എന്ന് എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. കഴിഞ്ഞ ട്രംപിൻ്റെ പ്രതികരണങ്ങളോടൊന്നും ഇന്ത്യ കാര്യമായി പ്രതികരിച്ചിരുന്നില്ല, നേർക്കുനേർ പ്രതികരിച്ചിരുന്നില്ല. മനോരമയുടെ 7-ാം പേജിൽ മറ്റൊരു വാർത്തയുണ്ട്. 7-ാം പേജിൽ SIR ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കാണാമറയത്ത് 80,000 പേർ, ബീഹാറിൽ 6 ലക്ഷത്തോളം പേരുടെ വോട്ടാണ് വെട്ടിയതെന്നൊക്കെ നമ്മളന്ന് വായിച്ചിരുന്നു, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടതെന്ന് വായിച്ചിരുന്നു. കേരളത്തിൽ അത്തരത്തിലുള്ളൊരു വലിയ കടുംവെട്ടൊന്നും നടക്കാൻ ഏതായാലും സാധ്യതയില്ല. സമഗ്ര വോട്ടർ പരിഷ്കരണത്തിൻ്റെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് മടങ്ങി വാങ്ങുന്ന നടപടികൾ ആരംഭിച്ചപ്പോൾ കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നു. 80,000 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കേരളത്തിൽ താമസം മാറിയവർ, മരിച്ചവർ, സ്ഥലത്തില്ലാത്തവർ എന്നിങ്ങനെ 3 വിഭാഗത്തിലുള്ളവരെയാണ് പൊതുവെ പട്ടികയിൽ നിന്ന് നീക്കുന്നത് എന്ന് തുടങ്ങി ആ വാർത്ത. എന്യൂമറേഷൻ പൂരിപ്പിച്ചതുവരെ തിരികെ നൽകിയവർ 41,009 പേരാണെന്ന് കൃത്യമായ കണക്കും മനോരമ ഇതോടൊപ്പം നൽകുന്നു. അതിനോട് ചേർന്ന് മറ്റൊരു വാർത്തയുമുണ്ട്. ഏതായാലും അത് ഒരു മതേതരവാദികൾക്കൊക്കെ താല്പര്യമുള്ള ഒരു വാർത്തയായിരിക്കും. അംബേദ്കറും ഭരണഘടനയുമാണ് എന്നെ ഈ പദവിയിലെത്തിച്ചതെന്ന് ജസ്റ്റിസ് BR ഗവായി പറഞ്ഞ ഒരു ചെറിയ വാർത്ത. ബുദ്ധമതമാണ് താൻ പിന്തുടരുന്നതെങ്കിലും സർവ്വമത വിശ്വാസിയായ യഥാർത്ഥ മതനിരപേക്ഷവാദിയാണെന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഭരണഘടനയും അംബേദ്കറും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ പദവിയിൽ എത്താനായത് എന്ന്. അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ഷൂസേറും മറ്റും നമുക്ക് ഈ ഘട്ടത്തിൽ ഏതായാലും ഇതോട് ചേർത്ത് വെച്ച് ഓർക്കേണ്ടതുണ്ട്. മാതൃഭൂമി 5-ാമത്തെ പേജിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിച്ചിരുന്ന ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയും അതേ ചൊല്ലിയുണ്ടായ വിവാദങ്ങളും നമുക്കറിയാമല്ലോ. ഒടുവിൽ അതിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് BJP നേതൃത്വം. 2.5 പതിറ്റാണ്ടിലേറെയായി RSS പ്രവർത്തകനായിരുന്ന ആനന്ദ് കെ തമ്പിയെ മരണത്തിന് പിന്നാലെ തള്ളിപ്പറഞ്ഞ BJP നേതൃത്വത്തിൻ്റെ നിലപാടിൽ ശക്തമായ പ്രതിഷേധം RSS ഉന്നയിച്ചിരുന്നു. അത് തിരുവനന്തപുരത്ത് വലിയ പ്രശ്നവുമാണ്. BJPക്കുള്ളിലും BJP RSSും തമ്മിലൊക്കെ ഇതിൽ ആശയവിനിമയം നടക്കുന്നുണ്ട്. തങ്ങളുടെ ഈ വിഷയത്തിലെ വിയോജിപ്പ് BJP അറിയിച്ചിട്ടുമുണ്ട്. ഇതിലിപ്പോൾ സുരേഷ് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി ഇതിനോടൊപ്പം വരുന്നു. ദേശാഭിമാനി കൂടി വളരെ പെട്ടെന്ന് പോയാൽ, ദേശാഭിമാനി 1-ാമത്തെ വാർത്തയെ നൽകിയിരിക്കുന്നത് ബില്ലുകളിൽ അടയിരിക്കൽ സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്നാണ്. ഈ വാർത്ത വിശദമായി ഇന്നലത്തെ രാഷ്ട്രപതി റഫറൻസിൻ്റെ വാർത്ത എല്ലാ പത്രങ്ങളിലും ഉണ്ടെങ്കിൽ പോലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി, അതായത് ഈ ഇന്നലെ വന്ന രാഷ്ട്രപതിയുടെ റഫറൻസ് ഈ സാഹചര്യത്തെ ഗുണമാക്കാൻ പോസിറ്റീവായി ഒന്നും ചെയ്യുന്നില്ല എന്ന് സ്ട്രെയിറ്റായി തന്നെ പറയുന്ന CPIMൻ്റെ നിലപാട് കൊടുത്തിരിക്കുന്നു. ഗവർണറുടെ അധികാരപരിധി വിഷയത്തിൽ രാഷ്ട്രപതി റഫറൻസിന് സുപ്രീം കോടതി നൽകിയ മറുപടി അപലപനീയവും ഞെട്ടിക്കുന്നതുമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നു. ഒപ്പം താഴെ സുഗമ ദർശനം ക്രമീകരണം വിജയം. കഴിഞ്ഞ ദിവസങ്ങളിലെ തിരക്കിന് ശേഷം ഇപ്പോൾ ശബരിമലയിൽ സുഗമമായ ദർശനമാണ് നടക്കുന്നതെന്ന ദേശാഭിമാനി വാർത്ത. UDFൽ കൂട്ടപ്പൊരിച്ചിൽ, DCC ഓഫീസുകളിൽ കൂട്ടത്തല്ല എന്നൊക്കെ വാർത്ത അതിൻ്റെ താഴെയുണ്ട്.
പക്ഷേ പത്മകുമാറിൻ്റെ അറസ്റ്റ് വളരെ ചെറിയ വാർത്തയായി ഒരു കോളം വാർത്തയായി മാത്രമാണ് നൽകിയിരിക്കുന്നത്. അറസ്റ്റ് CPIM തിരിച്ചടിയല്ല എന്ന വാർത്ത 2 കോളം വാർത്തയായും നൽകിയിരിക്കുന്നു. വീക്ഷണം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ, വീക്ഷണം മാത്രമല്ല ചന്ദ്രികയടക്കം, മാധ്യമം, ജന്മഭൂമി അടക്കമുള്ള പ്രതിപക്ഷ പത്രങ്ങളൊക്കെ ശബരിമല വാർത്ത ഉപയോഗിച്ച് ആഞ്ഞടിച്ചിട്ടുണ്ട്. വീക്ഷണം അയ്യൻ്റെ സ്വർണം CPIM കട്ടതാണ് എന്ന വലിയ വാർത്തയോടുകൂടി, വലിയ ബാനർ ഹെഡോടുകൂടിയാണ് ഈ വാർത്തയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പത്മകുമാറും അകത്ത് എന്നാണ് ചന്ദ്രികയുടെ വാർത്ത. ഒപ്പം ഗസയിൽ ഇപ്പോഴും നടക്കുന്ന മനുഷ്യക്കുരുതിയെപ്പറ്റി, കുട്ടികളുടെ കുരുതിയെപ്പറ്റിയൊക്കെ സുപ്രഭാതത്തിലും സിറാജിലും ചന്ദ്രികയിലും വാർത്ത കണ്ടു. മറ്റു പത്രങ്ങളിലും ആ വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഇതെന്ത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ദിവസവും കൊല നടക്കുന്നു. ഇന്ന് ലോക ശിശുദിനമാണ്. ഗസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു സിറാജ്. സേതു.